നാടിഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ക്ഷതങ്ങൾ, അതായത് കാൽമുട്ട് വേദന, തണ്ടൽ വേദന, മടമ്പ് വേദന, ഷോൾഡർ വേദന, അങ്ങനെയുള്ള പിന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ള പകരം എല്ലാ രോഗങ്ങൾക്കും നമ്മൾ നോക്കുന്നത്, മിക്ക രോഗങ്ങളും നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതും ആയുർവേദത്തെയാണ്. ആയുർവേദം, സിദ്ധ, യുനാനി വൈദ്യത്തിലൂടെ നമുക്ക് പരമ്പരാഗതമായ രീതിയിൽ ചികിത്സാ സമ്പ്രദായത്തിലൂടെ സർവ്വരോഗങ്ങളെയും നാഡീഞരമ്പുകളെയും ഉണർത്തി സർവ്വരോഗങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം ചികിത്സാ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പം 2 വർഷത്തോളമായി. ഡിസ്കിൽ ബൾജ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാശുപത്രിയിൽ പോയി കാണിച്ചു? തിരുവനന്തപുരം അവർക്ക് എന്തോ പറയുന്നത്? ഡിസ്കിൽ ബൾജ് ഉണ്ട്, ഗുളിക കഴിക്കാനാ പറഞ്ഞ, വേറെ ഒന്നും പറഞ്ഞില്ല. സർജറി ഒന്നും പറഞ്ഞില്ല? ഇല്ല, സർജറി ഒന്നും പറഞ്ഞില്ല, ഗുളിക കഴിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴിത് കണ്ടപ്പോഴേക്കും ഇൻസ്റ്റയിൽ റീല് കണ്ടതാ, അങ്ങനെ വന്നതാ. അപ്പൊ നടുവേദനയ്ക്ക് ആണ് വന്നത്, എണ്ണ മേടിക്കാനായിട്ട്. എന്താണ് പേര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയം ലോകമെമ്പാടും നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിലും അത് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇബ്നുസിയ വെൽനസ് സെന്റർ എന്ന പേരിൽ കൊട്ടിയത്തിന് സമീപം, കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തിന് സമീപം പേരയം വാർഡിലാണ് വൈദ്യരത്നം CM ജമാലുദ്ദീൻ മൗലവിയുടെ മേൽനോട്ടത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി നൂറുകണക്കിന് മനുഷ്യ ജനങ്ങളാണ് ഇന്നിവിടെ ജമാലുദ്ദീൻ വൈദ്യന്റെ അടുത്ത് എത്തിച്ചേർന്നത്. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന തലവേദന, മുട്ടുവേദന, തോൾവേദന, നടുവേദന, അമിതവണ്ണം തുടങ്ങിയ സർവ്വ പ്രശ്നങ്ങൾക്കും മർമ്മം നോക്കിയുള്ള ചികിത്സയും തെറാപ്പിയുമാണ് ഇവിടെ. വർഷങ്ങളുടെ പാരമ്പര്യവും അത്ഭുത ചികിത്സയുടെ 10,000-ങ്ങൾക്ക് ആശ്വാസമായി എന്നുമാണ് ജമാലുദ്ദീൻ വൈദ്യൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇവിടെ വന്ന നൂറുകണക്കിന് ജനങ്ങൾ, അവരിൽ ചിലരോട് ചോദിച്ചപ്പോൾ പലർക്കും ഇത്തരം അസുഖത്തിന്റെ ഇവരെ കൂടെ ഉള്ളവർ പറഞ്ഞും ചികിത്സിച്ചും ഭേദമായിട്ടാണ്. നിരവധി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെലവാകേണ്ടി വരുന്നത്. ഒരു തലവേദന ആവട്ടെ, മുട്ടുവേദന ആവട്ടെ, തോൾവേദന ആവട്ടെ, ഇത്തരത്തിൽ അമിതവണ്ണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചെലവാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ തുച്ഛമായ പൈസ ചെലവാക്കിക്കൊണ്ടാണ് ഈ ജമാലുദ്ദീൻ വൈദ്യൻ ഇത്തരത്തിൽ ഒരു അത്ഭുത ചികിത്സ നടത്തുന്നത്. അദ്ദേഹത്തിന് പാലക്കാടും ഉണ്ട്, അതേപോലെ ഇപ്പൊ കൊല്ലത്താണ് തുടങ്ങി. നിരവധി പേർ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും അദ്ദേഹത്തിനെ കാണാൻ പാലക്കാടൊക്കെ ചെല്ലുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ കൊല്ലത്ത് ഇത്തരത്തിൽ ഈ ഒരു വൈദ്യശാല തുടങ്ങിയിരിക്കുന്നത്. ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കാൻ ഏതാണ്ട് 30 വർഷത്തോളം ഈ വാർഡ് ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ വാർഡ് മെമ്പർ ശ്രീ ബൈജു പുതുച്ചിറ എത്തുകയും ആശംസകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ പ്രോത്സാഹനമാണ്. നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും അതേ കണക്ക് സുപ്രീം കോടതി ജഡ്ജിയുടെ കയ്യിൽ നിന്നും ഒക്കെ അവാർഡുകളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ട്. അത്തരത്തിലാണ് ഇവിടെ ഒരു വൈദ്യശാല തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ജനങ്ങൾക്കും വേണ്ടുന്ന രീതിയിൽ വളരെ ചുരുക്കം ചെലവിൽ, പൈസ ചെലവിൽ ഇത്തരത്തിൽ ശരീരത്തിനുണ്ടാകുന്ന ഈ വേദനകൾക്ക് മാറ്റാൻ വേണ്ടി CT സ്കാനുകളൊക്കെ എടുത്ത് പല ഹോസ്പിറ്റലുകളിലും പോയി അവർ പൈസ ചെലവാക്കുന്നതിന് പകരം തീർച്ചയായിട്ടും CM ജമാലുദ്ദീൻ മൗലവിയുടെ ഇത്തരത്തിലുള്ളൊരു ചികിത്സ വളരെ ആശ്വാസകരമാകുമെന്നാണ് നാട്ടുകാർ, ജനങ്ങളും വന്നവരും BJP മെമ്പറും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദീർഘനാള് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരമാകുന്ന ഒരു ചികിത്സാ രീതി തന്നെ ജമാലുദ്ദീൻ വൈദ്യൻ നടപ്പിലാക്കട്ടെ. എല്ലാവർക്കും അതൊരു ഗുണകരമാകട്ടെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇത് മുസ്ലിം വിഭാഗത്തിലുള്ളതാണ്. അധികം പേര് ഇത്തരത്തിൽ ഉള്ള യുനാനി ചികിത്സയ്ക്കും ആയുർവേദ ചികിത്സയിലൊട്ടൊന്നും വരാത്തതാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത അത്തരത്തിലൊന്നാണ്. എങ്കിലും എല്ലാത്തരം വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന്റെ ഈ ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കാണാൻ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് വൈദ്യന്റെ പേര്? എൻ്റെ പേര് ജമാലുദ്ദീൻ. എവിടാ സ്ഥലം? ഞാൻ ശരിക്കും പ്രോപ്പർ ഞാൻ എറണാകുളം ജില്ലക്കാരാണ്. പക്ഷേ എൻ്റെ ബിസിനസ്സും ഞാൻ ട്രീറ്റ്മെൻറ്റും എല്ലാം പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് തൊട്ട് പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിൽ. അവിടെയാണ് ഞാൻ ചികിത്സ ആരംഭിച്ചത്. ഇന്നും അവിടെ എൻ്റെ ചികിത്സ തുടർന്ന് പോകുന്നുണ്ട്, ശനി ഞായറും. എത്ര വർഷമായിട്ട് തുടങ്ങുന്നുണ്ട്? ഞാൻ 13 കൊല്ലമായിട്ടുള്ള ചികിത്സനാണ്. 13 കൊല്ലമായിട്ട് ഇത് ചികിത്സ തുടങ്ങിയുള്ളൂ? അതെ.
അതിന് മുമ്പൊക്കെ അതിന് മുമ്പ് പല തൊഴിലുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. എത്രത്തോളം ആൾക്കാർ ഈ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്? ലക്ഷങ്ങളുടെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ലക്ഷങ്ങളുണ്ട്. ഇപ്പൊ ഈ കൊല്ലത്ത് വന്ന് ഇങ്ങനെ തുടങ്ങാൻ ഒരു സാഹചര്യം ഒരുക്കി തന്നത് എങ്ങനെയാണ്? എന്താണ്? തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ ഒരുപാട് എൻക്വയറി എല്ലാ സമയത്തും ഉണ്ട്. അവിടുന്ന് അതാണ് നിങ്ങൾ ഇന്നിവിടെ കണ്ട ആളുകളുടെ റിവ്യൂ ആളുകളെയും. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാരും കൂടെ വരുത്തണ്ടെന്ന് വിചാരിച്ചാണ് കൊല്ലം ജില്ലയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ തുടങ്ങിയത്. അതെ. എന്തൊക്കെ ചികിത്സകളാണ് നമ്മൾ നടത്തുന്നത്? നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നത് നാഡിഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ക്ഷതങ്ങൾ, അതായത് കാൽമുട്ട് വേദന, തണ്ടൽ വേദന, മടമ്പ് വേദന, ഷോൾഡർ വേദന, അങ്ങനെയുള്ള പിന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ള പകരം എല്ലാ രോഗങ്ങൾക്കും നമ്മൾ നോക്കുന്നുണ്ട്. മിക്ക രോഗങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ചികിത്സ. ഈ ഒടിവ്, ചതവ് അല്ല അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളാണ്. ഒടിവ് ചതവ് അല്ല ശരിക്കും. നമ്മള് ഈ മരുന്നൊക്കെ എവിടുന്നാ നിർമ്മിക്കുന്നത്? മരുന്ന് നമ്മൾ അകത്ത് കഴിക്കാൻ ഒരു മരുന്നും കൊടുക്കാറില്ല, എല്ലാം പുറമെ തേക്കുന്ന തൈലങ്ങളും കാര്യങ്ങളും. അതെല്ലാം ഇബ്നു സീന മെഡിക്കൽ സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, ഗവൺമെന്റ് അപ്രൂവ് രജിസ്റ്റേർഡ് ആണ്. ആ സ്ഥാപനത്തിന്റെ തൈലങ്ങളാണ് കൊടുക്കുന്നത്. എന്തൊക്കെ അവാർഡുകളാണ് ഈ പ്രവൃത്തിക്ക് കിട്ടിയത്? എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡുകളുടെ എണ്ണങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് അവാർഡുകൾ പറയേണ്ടി വരും. ഒന്ന്, ദേശീയ കർമ്മയോഗി പുരസ്കാരം എനിക്ക് ഡൽഹിയിൽ വെച്ച് സുപ്രീം കോടതി ജഡ്ജ് ഡോക്ടർ അഫ്രോസ് അഹമ്മദിൽ നിന്ന് വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ ഈ തൈലം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡൽഹിയിൽ വെച്ച് ഒരു ഇനാഗ്രേഷൻ നടത്തപ്പെട്ടതിന് സുപ്രീം കോടതി ബാർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ആദിഷ് സി അഗർവാളാണ് അതിന് തയ്യാറായത്. അദ്ദേഹമാണ് അത് ഇനാഗ്രേഷൻ ചെയ്തത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ആശംസ സന്ദേശമായ അദ്ദേഹത്തിന്റെ സുവനീർ ദൈവാനുഗ്രഹം കൊണ്ട് അത് വാങ്ങാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് ഡൽഹിയിൽ വെച്ച് വാങ്ങാൻ അതിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ APJ അബ്ദുൽ കലാം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായ രീതിയിൽ ഈ രാജ്യത്തുള്ള പരമ്പരാഗതമായി നിലനിന്ന ചികിത്സാക്രമങ്ങളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മോഡേൺ മെഡിസിൻ അതിനെതിരുവാണ്. രണ്ട് വിഷയമാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത്രയും വലിയ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പനിയോ ചുമയോ വന്നാൽ നാട്ടിലെ വൈദ്യന്മാരുടെ അടുത്ത് പോവുകയും ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. തുച്ഛമായ 5 രൂപ 10 രൂപ കൊടുത്താൽ മതി. ഇന്നിപ്പോൾ അതിലും വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് അങ്ങ് പറയുകയുണ്ടായി, ചെരുപ്പ് ധരിക്കുക, വെയിൽ കൊള്ളാതിരിക്കുക, ഇത് രണ്ടും മനുഷ്യന് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രകൃതിയോട് നമ്മൾ അകലുകയാണ്. പ്രകൃതിയോട് നാം ഒട്ടിച്ചേരുമ്പോൾ നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കും. രോഗത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന പ്രകൃതിയാണ് നമ്മുടെ വരദാനം. പ്രകൃതിയോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ധരിക്കാതെ പ്രകൃതിയിലേക്ക് അടുത്തിറങ്ങി നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശം, ശരീരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡിയുടെ ആഗിരണം ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പണ്ടെല്ലാം ഉണ്ടായിരുന്ന പാടത്തും പറമ്പത്തിലും നമ്മുടെ മരുന്ന് നമ്മുടെ പ്രകൃതിയിലുണ്ട്, നമ്മുടെ ഭക്ഷണം പ്രകൃതിയിലുണ്ട്. പക്ഷെ ഇതിനെല്ലാം വ്യതിചലിക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. തീർച്ചയായിട്ടും മനുഷ്യന് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് രണ്ട് സ്ഥാപനങ്ങൾ. ഒന്ന് മെഡിക്കൽ കോളേജും മറ്റൊന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും. അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി തുടങ്ങി. മെഡിക്കൽ കോളേജുകൾ ഇന്ന് കൂണ് പോലെ മുളച്ചെന്നത് കണ്ടിട്ടുണ്ടാവും. 50 കൊല്ലം മുമ്പ് മെഡിക്കൽ കോളേജ് എത്രയുണ്ട് കേരളത്തില്? 2 3 മെഡിക്കൽ കോളേജേ ഉള്ളൂ. അപ്പോൾ താങ്കൾ അത്തരം ഒരു ഉദ്യമത്തിന് എതിരായിട്ട് ജനങ്ങളുടെ പൈസകൾ നഷ്ടപ്പെടാതെ അവരുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും സുഖപ്പെടാൻ വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന്? തീർച്ചയായിട്ടും. പക്ഷേ ഇതിന് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിടുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിടുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടെന്ന് പറയാൻ പറ്റില്ല. ചില ലോബികൾ എനിക്കതിന് ശക്തമായ നിലപാട്. ഈ മരുന്ന് കമ്പനികളും മരുന്ന് പ്രോഡക്റ്റുകളും ആശുപത്രി സമ്പ്രദായങ്ങളൊക്കെ ആകാം. അപ്പൊ എന്തായാലും അങ്ങ് എന്ത് വന്നാലും അങ്ങയുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ഈ ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള ചികിത്സയിലാണ്. ഞാൻ ഈ മേഖലയെ കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പൊ കൊല്ലത്ത് എത്ര ദിവസം ഉണ്ടാവും? കൊല്ലത്ത് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോ വരുന്ന 2-ാം തീയതിയും പിന്നെ 11-ാം തീയതിയും പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കാൻ തീരുമാനിക്കുക. ഇവിടുത്തെ ജനങ്ങളുടെ ബാഹുല്യം അനുസരിച്ചായിരിക്കും അത്തരം തീരുമാനങ്ങൾ മാറ്റപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇവിടെ ചികിത്സാ സമ്പ്രദായമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ തെറാപ്പി നടക്കുന്നുണ്ട്. അത് വെൽനസ് സെന്റർ. അങ്ങയുടെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? അദ്ദേഹമാണല്ലോ വളരെ ശാരീരികമായിട്ടുള്ള ഈ മേഖലയിൽ എനിക്ക് ശിഷ്യന്മാർ കണക്കാട്ടിയുള്ള 1000-ന്റെ മേലെ ശിഷ്യന്മാരുണ്ട്. അവർ പെട്ടെന്ന് ഇത് ആത്മാർത്ഥമായിട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അതെ അതെ അതെ. അങ്ങയുടെ നിർദ്ദേശം കറക്റ്റായിട്ട് പാലിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ ഇപ്പൊ ഈ തെറാപ്പി സെന്റർ നടത്തുന്നുണ്ടെങ്കിൽ അവര് അത് പഠിച്ചതിന് ശേഷമാണ് അവര് തയ്യാറെടുത്തിട്ട് തന്നെ. 17-ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. ഇവർ ബൈജു പുതുച്ചിറ എന്നാണ്, BJPയുടെ മെമ്പറാണ്. നമുക്കറിയാം
നമ്മുടെ ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതും ആയുർവേദത്തെയാണ്. ആയുർവേദം സിദ്ധ യുനാനി വൈദ്യത്തിലൂടെ നമുക്ക് പരമ്പരാഗതമായ രീതിയിൽ ചികിത്സാ സമ്പ്രദായത്തിലൂടെ സർവ്വരോഗങ്ങളെയും നാഡീഞരമ്പുകളെയും ഉണർത്തി സർവ്വരോഗങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം ചികിത്സാ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം ചികിത്സാ രീതി, ഈ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ പരിചയക്കുറവാണ്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമമായ പേരയത്തും ഡോക്ടർ ജലാലുദ്ദീൻ വൈദ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക് ഈ ഒരു ചികിത്സാ സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ പൂർണ്ണമായ ഫലപ്രാപ്തി എത്തി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹവും. ആരോഗ്യമാണ് ഓരോ മനുഷ്യൻ്റെയും പ്രധാനം. ആ ആരോഗ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ഡോക്ടർ ജലാലുദ്ദീൻ വൈദ്യൻ്റെ ഈ സേവനത്തിലൂടെ, ചികിത്സാ രീതിയിലൂടെ എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും നേടിയെടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഈ പേരയം 17-ാം വാർഡിലും ഈ ഒരു സംരംഭം വളരെ മികച്ച രീതിയിൽ നല്ലൊരു മാതൃകയായിട്ട് തന്നെ ചികിത്സാ ആരോഗ്യത്തിലൂടെ നല്ലൊരു മെച്ചപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തോ പേര്? എന്താണ്? കൃഷ്ണമ്മ. എന്താ അസുഖമായിട്ടാ വന്നത്? നടുവേദന, മുട്ട്, രണ്ട് മുട്ടും വേദന. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ? നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആശുപത്രിയിലൊന്നും കൊണ്ട് കാണിച്ചില്ലേ? ആശുപത്രിയിൽ കാണിച്ച് മരുന്നൊക്കെ ചെയ്ത് അത് മരുന്ന് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് ആശ്വാസമുണ്ട്. ആശ്വാസം. പിന്നെ ഈ മരുന്നിന്റെ ആ എഫക്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അത് വരും. തൈലമൊക്കെ ഇട്ട് അതും ഒരുപാട് ദിവസം എഫക്ട് ചെയ്യില്ല. അല്ല, മുമ്പ് 50 കൊല്ലം നോക്കുമ്പോഴെല്ലാം നമ്മൾ ഈ വൈദ്യന്മാരെ കാണുകയായിരുന്നല്ലോ. ഇപ്പൊ വൈദ്യന്മാരെ കാണാനേ ഇല്ലല്ലോ. ഇപ്പൊ അത്രയും നമുക്ക് ശരീരത്തെ എഫക്ട് ചെയ്യില്ല. തൈലമൊക്കെ ഇട്ടവർ 2-3 ദിവസം, അത് കഴിയുമ്പോൾ വീണ്ടും വരും, പിന്നെയും തൈലം ഇടുക. എന്നാലും ക്ലിയർ ആയിട്ടൊന്നും മാറൂല. ആരാ പറഞ്ഞ വൈദ്യൻ ഇപ്പൊ ഇവിടെ ഒന്ന് മോനാ പറഞ്ഞത്? എങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത്. എന്തായാലും അതിന്റെ ഒരു വിശ്വാസത്തിലാണ്. എന്തായാലും എണ്ണ മേടിച്ചിട്ട് നോക്കും അതിന്റെ. എന്താ പേര്? അമീൻ. എന്താ സുഖമായിട്ടാ വന്നത്? ഞാൻ എൻ്റെ ഈ കാലിൽ ഒരു പെയിനായിട്ട് വന്നതാണ്. നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നടക്കുന്നതിന് നമ്മൾ ഏതൊക്കെ ആശുപത്രിയിൽ പോയി? ഞാൻ പ്രമുഖ ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. അവരെന്തോ പറയുന്നത്? അവർ ഈ വെയിനകത്ത് നീര് പോലെ എന്തോ ഉണ്ട്. എല്ലാം ഓപ്പറേഷനും ഒക്കെ ആണോ പറയുന്നത്? അല്ലല്ല, ഓപ്പറേഷൻ പറഞ്ഞില്ല. റെസ്റ്റ് എടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാ പറയാം. മാറാം. അവർ ഈ തടവുന്ന ഈ എണ്ണ, ഈ ആയുർവേദത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല? ഇല്ല, ആയുർവേദത്തിൻ്റെ ഒന്നും പറയുന്നില്ല. അവർ തരുന്ന മരുന്നുകൾ കഴിക്കുക, CT സ്കാൻ പോലുള്ള സ്കാനുകൾ ചെയ്യുക, എക്സ്റേയും അതുപോലെ അനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വൈദ്യരെ കാണാൻ വന്നത്. അതെ, ഞാൻ മറ്റേ സോഷ്യൽ മീഡിയ വഴി സാറിനെ പറ്റി അറിയും. ഒരുപാടായിട്ട് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അടുത്ത് അറിയുകയും മരുന്ന് മേടിക്കാൻ വന്നത് ചെയ്തത്. ഓക്കെ. എന്തോ പേര്? എന്താ സുഖമായിട്ടാ വന്നേ? ആർക്കാ? എനിക്ക്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പം 2 വർഷത്തോളമായി. ഡിസ്കിന് ബൾജ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാശുപത്രിയിൽ പോയി കാണിച്ചു? SUT വട്ടപ്പാറ, തിരുവനന്തപുരം വട്ടപ്പാറ ഹോസ്പിറ്റൽ. എന്നിട്ട് അവർക്ക് എന്തോ പറയുന്നത്? ഡിസ്കിന് ബൾജ് ഉണ്ട്, ഗുളിക കഴിക്കാനാ പറഞ്ഞ, വേറൊന്നും പറഞ്ഞില്ല. സർജറി ഒന്നും പറഞ്ഞില്ല? ഇല്ല, സർജറി ഒന്നും പറഞ്ഞില്ല, ഗുളിക കഴിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴിത് കണ്ടപ്പോഴിങ്ങനെ ഇൻസ്റ്റയില് റീല് കണ്ടതാ, അങ്ങനെ വന്നതാ. അപ്പൊ നടുവേദനയ്ക്ക് ആണ് വന്നത്, എണ്ണ മേടിക്കാനായിട്ട്. എന്താണ് പേര്? എവിടുന്നാ വരുന്നത്? പൂയപ്പള്ളിന്ന്. എന്താ സുഖമായിട്ടാ വരുന്നത്? കാല് 2 മുട്ടും വേദന. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ആശുപത്രിയിൽ വല്ലതും പോയോ? ആശുപത്രിയിലെല്ലാം പോയി. അവരെന്തോ പറയുന്നത് അവിടെ നിന്നൊക്കെ? കഴിച്ചിട്ടൊരു കുറവില്ല. അവര് ഗുളികൾ കുറെ എഴുതി തരും, എക്സ്റേയും സ്കാനും ഒക്കെ ചെയ്യിക്കും. എന്നിട്ട് അവസാനം ഓപ്പറേഷൻ ചെയ്യാൻ പറയും. പിന്നെ നടക്കാനും പറ്റത്തില്ല, നമ്മൾ കിടക്കണം. അപ്പൊ അതൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വൈദ്യനെ കണ്ട് എണ്ണ വിട്ട് നോക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതാരാ പറഞ്ഞ ഇവിടെ ഇന്നിപ്പോ ഇവിടെ അങ്ങനെ വന്നതാ? പേര്? എൻ്റെ പേര് ആബിദ. എന്താണ് അസുഖം? നടുവേദനയും കാല്
മടക്കി നടക്കാനൊന്നും വയ്യ. നേരത്തെ ഏത് ആശുപത്രിയിലാണ് കാണിച്ചോണ്ടൊക്കെ ഇരുന്നത്? കോഴിക്കോട് ആശുപത്രി കാണിച്ചു. ആശുപത്രി നല്ല ആയുർവേദമൊക്കെ കാണിച്ചു. അവിടെ നിന്നെല്ലാം മരുന്നും സ്കാനും എക്സ്റേയും ഒക്കെ എടുക്കുന്നുണ്ട്. സ്കാനൊന്നുമല്ല, ഞാൻ ആയുർവേദമാണ് കൂടുതലും. കിഴിയിട്ട് പിന്നെ വൈദ്യനെ കാണാനായിട്ട് വന്നാണ്. വൈദ്യരെ കാണാൻ